സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ ദീർഘകാലമായി നിർദ്ദയം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ നേതൃത്വത്തിൽ 16-ാം തീയതി റിസർവ് ബാങ്കിന്റെ മുന്നിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ഈ അടുത്ത 16-ാം തീയതി യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്തുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലേക്ക് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിൻ്റെ ഒരു പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയുമാണ് നടക്കുന്നത്. ഇതിന് ആധാരമായിട്ടുള്ള കാര്യം ബാങ്കിംഗ് മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ചില നടപടികളാണ്. സാമ്പത്തികമായി ഇടപാടുകാർ ബാങ്കുകൾ വല്ലാതെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപാടുകാരിൽ നിന്നും പലതരത്തിലും പണം കൈക്കലാക്കുന്ന ഒരു രീതി ഇന്ന് ബാങ്കുകളിൽ നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ പണം കൊടുക്കുമ്പോൾ അത് എണ്ണി വാങ്ങുന്നതിന് കൗണ്ടിങ് ചാർജെന്നും അത് കൈകാര്യം ചെയ്യുന്നതിന് ഹാൻഡ്ലിംഗ് ചാർജെന്നും അതുപോലെ തന്നെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് ഫോളിയോ ചാർജെന്നും അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കുന്നതിന് SMS ചാർജെന്നും മറ്റു വിധത്തിലുള്ള സർവീസ് ചാർജുകൾ, ഇതൊക്കെ തന്നെ ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവരറിഞ്ഞും അറിയാതെയും ഒഴുകിപ്പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് സംസ്ഥാനത്തെ ബാങ്കുകളുടെ സാമ്പത്തിക വിനിമയത്തിൽ പ്രകടമായി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വതന്ത്രമായി സ്വകാര്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല, മറിച്ച് ഇതിനെ മോണിറ്റർ ചെയ്യാൻ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ പിൻബലത്തിൽ റിസർവ് ബാങ്കുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം, സമീപകാലത്തായി നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ബാങ്കുകളിലൂടെ വ്യവസ്ഥാപിതമായി ചെയ്യുന്നതിനുള്ള നിയമ നടപടികളുണ്ടായി. നോട്ട് നിരോധനം വന്നു. അതിനെ തുടർന്ന് ബാങ്ക് ഡിജിറ്റലൈസേഷൻ, ബാങ്ക് മുഖേനയുള്ള ഇടപാടുകൾ വന്നു. ഈ ഇടപാടുകളിലൂടെ സാമ്പത്തികമായ ഇടപാടുകൾ ഒരുപാട് ബാങ്കുകളിൽ വർദ്ധിച്ചു വന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സാമാന്യ ജനങ്ങളെ, ഇത് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് ബാങ്കുമായി ഇടപെടുന്ന സമസ്ത വിഭാഗത്തിലുള്ള ആളുകളെയും, പ്രത്യേകിച്ച് ഇടത്തരക്കാർ, സാധാരണക്കാർ, പലപ്പോഴും ബാങ്കിങ് ഇടപാടുകളിലെ അതിൻ്റെ രീതികളെപ്പറ്റി വലിയ വിവരമില്ലാത്ത ആളുകൾ പോലും അതിൽ പെട്ടുപോകുന്നു. അവരിൽ നിന്നൊക്കെ ഈ വിധത്തിൽ വലിയ തോതിലാണ് പണം കൈക്കലാക്കുന്നത്. അതിനേക്കാൾ അപ്പുറം ഈ വിധത്തിൽ ബാങ്കുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സേവനത്തിനായി ഡെബിറ്റ് ചെയ്യുന്ന സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ പലപ്പോഴും മിനിമം ബാലൻസ് കീപ്പപ്പ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ആ സാഹചര്യത്തിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് വലിയ തുകകൾ ഫൈനായിട്ട് ഈടാക്കും. അതിനപ്പുറം ഒരുപാട് തരത്തിലുള്ള രീതികൾ, ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണ്. പലപ്പോഴും ഇടപാടുകളിൽ കൃത്യത പാലിക്കൊക്കെ ബൗൺസായാൽ അതിന് വലിയ തുക അവർ സർവീസ് ചാർജ് ഒക്കെ ഉണ്ടായിട്ടും ഈ കൃത്യമായി ബാങ്കിനെ മോണിറ്റർ ചെയ്യേണ്ട റിസർവ് ബാങ്ക് ഈ നിരക്കുകളെ പറ്റി പറയുമ്പോൾ ആ നിരക്കുകൾ ഏകോപിതമായിട്ട് കൃത്യമായി ഒരേ രീതിയിലല്ല വാങ്ങുന്നത്. ഓരോ ബാങ്കും ഓരോ രീതിയിലുള്ള ഒരു സൗകര്യവും നിയമവ്യവസ്ഥയും ഇവിടെ ഉണ്ടോ അതറിയാനും ഇതിനെതിരെ സർക്കാരിനെ ബോധ്യപ്പെടുത്തി ഈ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമരം, പ്രത്യക്ഷ സമരം. ഇതിലെ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ TF സെബാസ്റ്റ്യൻ, വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നരിത്തൂക്കിൽ, ബുഷറ ചിറക്കൽ, ജേക്കബ് ചോലമറ്റം, PV മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം.
ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ 199 രൂപ മുതൽ. സാരികൾ, ലേഡീസ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്കകൾ, ഗൗണുകൾ, സൂട്ടുകൾ, ധോത്തികൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ. ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി.